ന്യൂസ് 16 കേരള. ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചാൽ യുദ്ധം അവസാനിക്കുമെന്ന് നെതന്യാഹു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയെ വധിച്ചാൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിക്കുമെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഇസ്രയേൽ ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ ന്യായീകരിച്ച നെതന്യാഹു ഖാംനെയെ ആധുനിക ഹിറ്റ്ലർ എന്നാണ് വിളിച്ചത്. ഖാംനെയെ കൊല്ലാനുള്ള പദ്ധതിയെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീറ്റോ ചെയ്തെന്ന റിപ്പോർട്ടുകളെ നെതന്യാഹു നിഷേധിക്കുകയാണുണ്ടായത്. അത് ഖാംനെയ് വധം സംഘർഷം വർദ്ധിപ്പിക്കുകയല്ല, അവസാനിപ്പിക്കുകയാണ് ചെയ്യുക, നെതന്യാഹു പറഞ്ഞു. ഖാംനെയെ ലക്ഷ്യം വെക്കാനുള്ള ഇസ്രയേലിന്റെ പദ്ധതി ഡൊണാൾഡ് ട്രംപ് വിലക്കിയെന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. സംഘർഷം വഷളാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നായിരുന്നു അമേരിക്കയുടെ ഇടപെടൽ എന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇറാനികൾ അമേരിക്കക്കാരെ ആരെയും കൊന്നില്ലല്ലോ, അവരത് ചെയ്യും വരെ രാഷ്ട്രീയ നേതൃത്വത്തെ ഉന്നയിക്കുന്ന വിഷയം നാം സംസാരിക്കാൻ പോകുന്നില്ല. ട്രംപ് ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രയേൽ ഇറാൻ സംഘർഷം പൂർണ്ണയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ലോകം. ഇന്നലെ തുടർച്ചയായ 4ാം രാത്രിയിലും ഇരുഭാഗത്തുനിന്നും ആക്രമണമുണ്ടായി. ഇറാൻ സ്റ്റേറ്റ് TV ആസ്ഥാനത്തും ഇസ്രയേൽ ബോംബിട്ടു. നിരവധി മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് വിവരം. തിരിച്ചടിയെന്നോണം ഇസ്രയേൽ നഗരങ്ങളെ വിറപ്പിച്ച് ഇറാന്റെ മിസൈൽ ആക്രമണം തുടരുകയാണ്. ന്യൂസ് 16 ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.